transfer function. Transfer function input output relation ആണ്. ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ കൺസിഡർ ചെയ്തിട്ടാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു സിസ്റ്റം ഇൻപുട്ട് RT ഔട്ട്പുട്ട് CT വിത്ത് എ ഫംഗ്ഷൻ F. ഈ സെയിം സിസ്റ്റത്തിനെ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഡൊമൈനിൽ ഇൻപുട്ട് RS ഔട്ട്പുട്ട് CS വിത്ത് എ ഫംഗ്ഷൻ GS ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഈ GS ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ definition എന്ന് പറഞ്ഞാൽ it's a ratio of output transfer function Laplace transform of output divided by Laplace transform of input. Output in Laplace transform അത് കണ്ടുപിടിക്കുക, input Laplace transform കണ്ടുപിടിക്കുക. ഇത് ഡിവൈഡ് ചെയ്തായിരിക്കും നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ GS. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. CS can be represented as CS equal to RS into GS. Or നമുക്കൊരു സിസ്റ്റം ഇൻപുട്ട് നോൺ ആണ്, അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നോൺ ആണെങ്കിൽ ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. Procedure for determining transfer function. ഒരു സിസ്റ്റം എടുത്താൽ ആ സിസ്റ്റത്തിന് ഒരു ഇക്വേഷൻസ് കാണും, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് കാണും. ഈ ഇക്വേഷൻസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ കൺസിഡർ ചെയ്യണം. ഇങ്ങനെ ലാപ്ലേസ് ട്രാൻസ്ഫോം കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻസ് എല്ലാം 0 എന്നുള്ള അസംഷനിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഈ സിസ്റ്റത്തിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്പെസിഫൈ ചെയ്യാം. സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിവൈഡ് ബൈ ഇൻപുട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇവിടുന്ന് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. ഇതൊരു എക്സാമ്പിൾ ആണ്. ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം, ഇതിനകത്ത് രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, R1 and R2, current flowing IT, input voltage VIT and output voltage V0T. Input voltage in the equation നമുക്ക് VIT equal to R1 into IT എന്ന് എഴുതാം, plus R2 into IT. V0T equal to R2 into IT. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഡൊമൈനിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ VIS will be equal to R1 into IS plus R2 into IS. R1 ഉം R2 ഉം കോൺസ്റ്റന്റ് ടേംസ് ആണ്. VIT യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം VIS ഉം IT യുടെ IS ഉം ഈ ഇക്വേഷൻ ഫോം ചെയ്യും. അതേപോലെ ഔട്ട്പുട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം കൺസിഡർ ചെയ്യുമ്പോൾ V0T V0S ആയിട്ട് മാറും, R2 into IT R2 into IS ആയിട്ട് മാറും. ഈ കിട്ടിയ ഔട്ട്പുട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇൻപുട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിവൈഡ് ചെയ്യാം. IS എന്നുള്ളത് കോമൺ ടേം ആണ്, ക്യാൻസൽ ആവും. R2 by R1 plus R2 എന്നുള്ള വാല്യൂ കിട്ടും. ഇതേപോലെ ഇതിൽ ഏത് സർക്യൂട്ട് ആണെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. ഇവിടെ എല്ലാം IT ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്, റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്റ്റഡ് ആണ്. സോൾവ് ചെയ്യുക, ഇൻപുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ ഫോം ചെയ്യുക, ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ ഫോം ചെയ്യുക, ലാപ്ലേസ് ട്രാൻസ്ഫോം ഡൊമൈനിൽ എഴുതുക. ഔട്ട്പുട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിവൈഡ് ബൈ ഇൻപുട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം will be the transfer function. Next, poles and zeros of transfer function.
transfer function can be represented as some coefficient c0 c1 അങ്ങനെ റെപ്രസെന്റ് ചെയ്യാണ്. നമ്മൾ ന്യൂമറേറ്ററിൽ c0 c1 റെപ്രസെന്റ് ചെയ്യാണ്, ഡിനോമിനേറ്ററിൽ r0 r1 അങ്ങനെ റെപ്രസെന്റ് ചെയ്യാണ്. ആൻഡ് with the powers of s raised to n, s raised to n minus 1, s raised to 0 വരെ പോകും. ഇത് ഓർഡർ ആണ് സിസ്റ്റത്തിന്റെ. ഡിവൈഡ് ബൈ r0 s raised to m plus r1 s raised to m minus 1 ആ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഓർ സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് k into s minus z1 s minus z2 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ന്യൂമറേറ്ററിന്റെ റൂട്ട്സ് ആയിരിക്കും ന്യൂമറേറ്ററിൽ നമ്മൾ എസ് മൈനസ് z1 എസ് മൈനസ് z2 അങ്ങനെ റെപ്രസെന്റ് ചെയ്ത. ഡിനോമിനേറ്ററിന്റെ റൂട്ട്സ് ആയിരിക്കും എസ് മൈനസ് p1 എസ് മൈനസ് p2 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. k will be a gain. ഈ ഇക്വേഷനിൽ നമ്മൾ എസിന് z1 z2 z3 അങ്ങനെ ന്യൂമറേറ്ററിൽ ഏത് റൂട്ട്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ 0 ആയിട്ട് മാറും. അതുകൊണ്ട് ഈ വാല്യൂസ് z1 z2 z3 ഇതിനെ സീറോസ് ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എസിന് p1 p2 p3 അങ്ങനെയുള്ള വാല്യൂസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻഫിനിറ്റ് ആയിട്ട് മാറും. അത് പോൾസ് ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഒരു യൂഷ്വൽ സിസ്റ്റത്തിൽ നമ്പർ ഓഫ് സീറോസും നമ്പർ ഓഫ് പോൾസും ഈക്വൽ എന്നുള്ള അസംഷനാണ് എടുക്കുന്നത്. ഓർ n ഈക്വൽ ടു m, n നമ്പർ ഓഫ് സീറോസ്, m നമ്പർ ഓഫ് പോൾസ്. ഈ നമ്പേഴ്സ് ഈക്വൽ അല്ല. ഇഫ് n ഗ്രേറ്റർ ദാൻ m ഓർ n ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ ഏതാണ് മിസ്സിംഗ് ഉള്ളത്? പോൾസ് ആണോ സീറോസ് ആണോ മിസ്സിംഗ് ഉള്ളത്? അത് ഇൻഫിനിറ്റിയിലാണെന്ന് നമ്മളൊരു അസംപ്ഷൻ എടുക്കണം. ഇഫ് n ഗ്രേറ്റർ ദാൻ m അതിന്റെ മീനിങ് നമ്പർ ഓഫ് സീറോസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് പോൾസ്. അങ്ങനെയാണെങ്കിൽ പോൾസ് മിസ്സിംഗ് ആണ്, പോൾസ് റിമൈനിങ് പോൾസ് ഇൻഫിനിറ്റിയിലായിരിക്കും. അതുപോലെ m ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ റിമൈനിങ് സീറോസ് ഇൻഫിനിറ്റിയിലായിരിക്കും. ഒരു എക്സാമ്പിൾ വെച്ച് കാണിക്കണം. ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ s plus 1 s plus 2 divided by s plus 3 s plus 4 s plus 5 s plus 2 minus 4j s plus 2 plus 4j. ഇവിടെ നമ്മൾ ഇതിനെ പ്ലോട്ട് ചെയ്യാൻ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലോട്ട് ചെയ്യാനായിട്ട് ആദ്യം സീറോസും കണ്ടുപിടിക്കണം, പോൾസും കണ്ടുപിടിക്കണം. നിങ്ങളുടെ ഇമാജിനറി റിയൽ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യാം. പോസിറ്റീവ് വാല്യൂസ് കാണും, നെഗറ്റീവ് വാല്യൂസ് കാണും. പോൾസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഇൻറ്റു മാർക്ക്, സീറോസ് റെപ്രസെന്റ് ചെയ്യുന്നത് സർക്കിൾ ആയിട്ടായിരിക്കും. ഇപ്പോൾ സീറോസ് ഇവിടെ -1 -2, പോൾസ് -3 -4 -5 -2 plus 4j -2 -4j. ഈ വാല്യൂസ് പ്ലോട്ടിൽ നമ്മൾ വരയ്ക്കുകയാണ്. എക്സ് ആക്സിസ് റിയൽ, വൈ ആക്സിസ് ഇമാജിനറി. -1 -2 സീറോസ്, റിമൈനിങ് സീറോസ് അറ്റ് ഇൻഫിനിറ്റി. പോൾസ് -3 -4 -5 -2 plus 4j -2 -4j. പോൾസ് റെപ്രസെന്റ് ചെയ്യാം. കുറച്ച് ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക്സിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ ചെയ്യണം. ഇത് കഴിഞ്ഞ പ്രോബ്ലം തന്നെ. ഇവിടെ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് തന്നാൽ ആദ്യം തന്നെ അത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഡൊമൈനിൽ റെപ്രസെന്റ് ചെയ്യാം. ഫിഗറിൽ തന്നെ VISഉം V0Sഉം IS ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പോൾ ഡയറക്റ്റ് V1 VIS V0S ഇക്വേഷൻ എഴുതാം. It will be R1 IS plus R2 IS, V0S R2 IS. റേഷ്യോ എടുക്കുക R2 by R1 plus R2. ഇനി കപ്പാസിറ്ററോ ഇൻഡക്ടർ ആണ് വരുന്നതെങ്കിൽ നമ്മൾ
കപ്പാസിറ്ററിലെ വോൾട്ടേജ് ഇക്വേഷനും ഇൻഡക്ടറിലെ വോൾട്ടേജ് ഇക്വേഷനും കൺസിഡർ ചെയ്ത് നോക്കണം. കപ്പാസിറ്റർ നമുക്കറിയാം വി ടി ഈക്വൽ ടു 1/c ഇന്റഗ്രൽ ഓഫ് ഐ ടി ഡി ടി. അപ്പോൾ അവിടെ നമ്മൾ ഇന്റഗ്രൽ തിയറം എടുക്കണം. ഇന്റഗ്രൽ തിയറത്തിൽ ഇന്റഗ്രലിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണെങ്കിൽ ആ ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിവൈഡ് ബൈ എസ് ആയിരിക്കും. അപ്പോൾ 1/c ഇൻറ്റു ഐ എസ് ബൈ എസ് വരും, ഓർ 1/cs ഇൻറ്റു ഐ എസ്. അപ്പോൾ നമ്മൾ സി എന്നുള്ള ടൈം ഡൊമൈനിൽ റെപ്രസെന്റ് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഡൊമൈനിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 1/cs റെപ്രസെന്റ് ചെയ്യണം. ഇനി എൽ ആണെങ്കിൽ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആണ് വോൾട്ടേജ് ഇക്വേഷൻ. ഡിഫറൻഷ്യൽ തിയറം എൽ ഇൻറ്റു എസ് ഇൻറ്റു ഐ എസ് ഈക്വൽ ടു എൽ ഇൻറ്റു എസ് ഇൻറ്റു ഐ എസ്. അപ്പോൾ ടൈം ഡൊമൈനിൽ ഇൻഡക്ടർ, ലാപ്ലാസ് ഡൊമൈനിൽ എൽ എസ് ആയിട്ട് മാറും. ഇവിടെ എല്ലാം ഇനിഷ്യൽ കണ്ടീഷൻ 0 എന്നുള്ള അസംഷൻ എടുത്തിരിക്കണം. അപ്പോൾ ആർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം, സി 1/cs, എൽ എസ്. ഒരു ആറും എല്ലും ആയിട്ടുള്ള സർക്യൂട്ട് നമ്മൾ ലാപ്ലാസ് ഡൊമൈനിൽ എഴുതിയാൽ ആറും എൽ എസും ആയിട്ട് എഴുതാം. ഇക്വേഷൻ എഴുതുക വി എ എസ് ആർ ഐ എസ് പ്ലസ് എൽ എസ് ഇൻറ്റു ഐ എസ്. വി നോട്ട് എസ് എൽ എസ് ഐ എസ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക 1/1 പ്ലസ് ആർ ബൈ എൽ എസ്. ഇനി ആറും സി ആണെങ്കിൽ സിക്ക് പകരം 1/cs എന്ന് എഴുതണം. ഇക്വേഷൻസ് ഫോം ചെയ്യാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിൽ ബി 1/1 പ്ലസ് ആർ സി എസ്. ഈ റെപ്രസെന്റ് ചെയ്തെങ്കിൽ ടൈം കോൺസ്റ്റന്റ് ഇതിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കണം. ഇനി സീരീസ് കണക്ഷൻ ആണെന്ന് വിചാരിക്കുക. സീരീസ് കണക്ഷൻ ആകുമ്പം ഇവിടെ ഒരു എല്ലും സിയും സീരീസ് ആയിട്ട് വരുന്നതെന്ന് വിചാരിക്കാം. അത് ഔട്ട്പുട്ട് സൈഡിലാണ്. ഇൻപുട്ട് സൈഡിലും സീരീസ് കണക്ഷൻ വരാം. ഇക്വേഷൻസ് ഫോം ചെയ്യാം. സീരീസ് ആയിട്ടുള്ള ഇൻഡക്ടറും കപ്പാസിറ്ററും നമ്മൾ ആഡിഷൻ ആണ് ചെയ്യുന്നത്. എൽ എസ് പ്ലസ് 1/cs ലാപ്ലാസ് ഡൊമൈനിൽ അഡിഷൻ ചെയ്താൽ മതി. എൽ എസ് പ്ലസ് 1/cs. അപ്പോൾ വി ഐ എസ് വിൽ ബി ആർ പ്ലസ് എൽ എസ് പ്ലസ് 1/cs ഇൻറ്റു ഐ എസ്. വി നോട്ട് എസ് വിൽ ബി എൽ എസ് പ്ലസ് 1/cs ഇൻറ്റു ഐ എസ്. ഡിവൈഡ് ചെയ്യുക, ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. പാരലൽ കണക്ഷൻ ഇതിപ്പോൾ ഞാൻ ഇൻപുട്ട് സൈഡിലാണ് പാരലൽ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഔട്ട്പുട്ട് സൈഡിൽ ഇൻഡക്ടർ മാത്രമേ ഉള്ളൂ. ഔട്ട്പുട്ട് സൈഡിലും പാരലൽ കണക്ഷൻ വരാം. ഇവിടെ നമ്മൾ പാരലൽ നെറ്റ്വർക്ക് ആകുമ്പം റെസിസ്റ്റേഴ്സിന്റെ പാരലൽ വാല്യൂ കണ്ടുപിടിക്കുന്ന, ഇക്വലന്റ് റെസിസ്റ്റർ എന്നുള്ള കണ്ടുപിടിക്കുന്ന ആ സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ആറും 1/cs പാരലൽ ആകുമ്പോൾ ആർ ഇൻറ്റു 1/cs ബൈ ആർ പ്ലസ് 1/cs. R1 R2 ബൈ R1 പ്ലസ് R2 ആ ഒരു രീതി പോലെ R ഇൻറ്റു 1/cs ബൈ ആർ പ്ലസ് 1/cs. ദാറ്റ് ഇൻറ്റു ഐ എസ് പ്ലസ് എൽ എസ് ഇൻറ്റു ഐ എസ്. ഔട്ട്പുട്ട് സൈഡ് എൽ എസ് ഇൻറ്റു ഐ എസ് മാത്രമേ ഉള്ളൂ. ഇനി ട്രാൻസ്ഫർ ഫംഗ്ഷൻ സോൾവ് ചെയ്യുക, ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, താങ്ക് യു.